ഗായ്സ് 4 വർഷത്തിന് ശേഷം വി ആർ ബാക്ക് വ്ലോഗിങ് അഗൈൻ. സോ ഇന്ന് നമ്മൾ ഡൽഹി പോവാണ്. വി ഗോണ ടേക്ക് എ ഫ്ലൈറ്റ് ടു ഡൽഹി. ആദ്യം ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. മമ്മി ഒരു ഹായ് പറ. നമ്മൾ ഡൽഹിയിലെ ടെമ്പറേച്ചർ ഒക്കെ ഇപ്പം 90 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ സോക്സൊക്കെ എടുത്ത് വെച്ചു. ലേറ്റ് ആയിരുന്നു ഓൾറെഡി. ഫുഡിന് ഇപ്പോൾ കഴിക്കണമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ 2:30 ഇറങ്ങുന്നതാണ്. ഇപ്പോൾ 2:40. We are late. അമ്മ കൊള്ളാവോ? നൈസാണോ? And now we are driving to Trivandrum airport. നമ്മൾ അങ്ങനെ എയർപോർട്ടൊക്കെ റീച്ചായി ചെക്ക് ഇൻ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാണ് ഫ്ലൈറ്റിന്. ആൻഡ് ആ ഫ്ലൈറ്റ് ഈസ് ഓൺ 7:35. ഫ്ലൈറ്റ് ഡിലേ ഉണ്ട്. 7:55 എന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. 20 minutes ഡിലേ എന്ന് കാണിച്ചിട്ടുണ്ട്. ബട്ട് ഈവൻ ദോ ദേ സെഡ് ദാറ്റ് there would be a delay, the flight arrived on the right time, 7:35. We are going to the embassy in Delhi. The visa process. By the way, follow me on Instagram. My latest video, like, got 15 views. So you must watch it. Guys, നമ്മള് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകും. Guess this person in front of me. So this is Ramesh Chennithala. He's a politician in Kerala. We also spotted VD Sadeshan in the flight. Guys, this is my first domestic flight. Had so many international flights, പക്ഷേ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്, കേരള ടു ഡൽഹി. ഇറ്റ് വാസ് നൈസ്. നമ്മളങ്ങനെ ഇപ്പം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇനി ബസ്സിൽ എയർപോർട്ടിൽ ഇറങ്ങി. ഗൈസ്, നമ്മൾ ചെന്നിത്തലയും VD സതീശനെയൊക്കെ കണ്ടത്. അതെന്തുവാ? ബട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. നമ്മള് ടോക്ക് ചെയ്ത് I really miss that. Okay, now it's 11:44. നമ്മൾ ഇനി ഇവിടെ പോസ്റ്റാണ്. നമ്മൾ ഇനി ഇവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് മോർണിംഗ് ആകുമ്പോഴേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങും. After that we'll be going to the embassy. എന്നാലും ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ലല്ലോ. ഇത് ഒരു 6:30 ആവുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങും. Till then we are waiting here. ഇപ്പൊ സമയം കറക്റ്റ് 12 മണി. എന്നെ കാണില്ല. മമ്മി വ്ളോഗിൽ വരൂല ഗൈസ്. ഷീസ് ഷൈ. ഷൈ ഇല്ല, പിന്നെ ഷൈ ഇല്ലെന്ന് എന്തിനു പറ എന്റെ വ്ളോഗിന്. ഗൈസ്, ഇത് കണ്ടോ? എയർപോർട്ടിനകത്ത് ആരാന്ന് ഇതുവഴി വന്നെന്നറിയത്തില്ല. ഗൈസ്, നമ്മളങ്ങനെ എയർപോർട്ടിൽ നിന്ന് വെളിയിറങ്ങണം. നമ്മൾ നെക്സ്റ്റ് പ്രീപെയ്ഡ് എയർപോർട്ട് ടാക്സി ബുക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ കുറേ പേര് എയർപോർട്ട് ടാക്സി ബുക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബസ് സർവീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ടാക്സി തന്നെ യൂസ് ചെയ്തു. ഡ്രൈവറിനോട് സ്ഥലം പറഞ്ഞപ്പം പുള്ളിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. പിന്നെ എൻ്റെ മൊബൈലിൽ ലൊക്കേഷൻ വെച്ച് അങ്ങനെ അങ്ങ് പോയി. Delhi city is beautiful, nice.
ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് റെയിനൊക്കെ ഉണ്ടായിരുന്നു. ഐ തോട്ട് ദിസ് ഗേൾ വാസ് ഡൂയിങ് സംതിങ് ഫണ്ണി, ബട്ട് പിന്നെയാണ് മനസ്സിലായി ദാറ്റ് ഷി വാസ് അക്കമ്പനീഡ് വിത്ത് ട്രാൻസ്ജെൻഡർ മാൻ. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ട് ഏരിയയിൽ നിന്ന് ഔട്ട് ഇറങ്ങി. നല്ല മഴയുണ്ട്, നല്ല തണുപ്പുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. സോ വി ആർ ഗോയിങ് ടു ദി എംബസി. നമുക്ക് ഫസ്റ്റ് ലൊക്കേഷൻ തന്നതിന് നമുക്ക് 13 കിലോമീറ്റേഴ്സ് ഫ്രം ദി എയർപോർട്ടായിരുന്നു. ബട്ട് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി റോങ് ലൊക്കേഷനായിരുന്നു നമുക്ക് ടീം പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ വീണ്ടും ഒരു എക്സ്ട്രാ 13 കിലോമീറ്റർ പോയി നമ്മുടെ കറക്റ്റ് ലൊക്കേഷനിൽ ഇറങ്ങി, വിച്ച് ദ ഡ്രൈവർ ചാർജ്ഡ് എക്സ്ട്രാ 500 rupees. ടോട്ടൽ നമുക്ക് 1000 രൂപയായി മൊത്തം ടാക്സിക്ക് മാത്രം. അവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത് അങ്ങനെ എംബസിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അവിടുത്തെ എന്തോ ഒരു സ്നാക്കും പിന്നെ ഒരു കോഫിയും കഴിച്ചു. ഇനി നമുക്ക് ഡൽഹി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.